വേട്ടക്കുരുമകനീശ്വരന്റെ അവതാര മഹാത്മ്യകഥ ഇങ്ങനെയാണ്. അർജുനൻ പാശുപതാസ്ത്രത്തിനായി ശിവനെ തപസ് ചെയ്തു. തപസ്യയെ പരീക്ഷിക്കുന്നതിന് പാർവതീ പരമേശ്വരന്മാർ വേട്ടക്കാരുടെ, അതായത് കാട്ടാള രൂപം ധരിച്ചു. കാടിളക്കി നായാടി വരികയായിരുന്ന കിരാതരൂപികളിൽ ശിവൻ ഒരു പന്നിയെ അമ്പെയ്തു. അമ്പേറ്റ് അർജുന സമീപത്തോടുകൂടി ഓടുകയായിരുന്ന പന്നിയെ തപസ്സുണർന്ന പാർത്ഥനും അമ്പെയ്തു. അമ്പിനെ ചൊല്ലി അർജുനനും അംബികാപതിയും തമ്മിൽ തർക്കമായി. തർക്കം എത്തിച്ചേർന്നത് യുദ്ധത്തിൽ. പൊരിഞ്ഞ യുദ്ധം. പാർത്ഥന പരമേശ്വരനെ എടുത്തെറിഞ്ഞു. ബോധം കെട്ട് വീണ അർജുനൻ ബോധം വന്നപ്പോൾ പരമേശ്വരനെ പ്രാർത്ഥിച്ചു. മണ്ണ് കൊണ്ട് ശിവലിംഗമുണ്ടാക്കി കയ്യിൽ കിട്ടിയ ഇലകളാൽ പൂജിച്ചു. ഇലകൾ കാട്ടാള ദമ്പതികളിൽ പതിക്കുന്നത് അർജുനൻ കണ്ടു. സൂക്ഷിച്ചു നോക്കി. അപ്പോൾ കണ്ടത് പത്നി സമേതം നിൽക്കുന്ന തന്റെ ഉപാസനാമൂർത്തിയെ. അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു. ശിവൻ സന്തുഷ്ടനായി പാശുപതാസ്ത്രവും കൊടുത്തു. എന്നാൽ ഗിരിജാഗിരീശന്മാർ കുറെ കാലത്തേക്ക് യഥാർത്ഥ രൂപം ധരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങിയില്ല. കാട്ടാള വേഷത്തിൽ തന്നെ സഞ്ചരിച്ചു. നാടും നഗരവും കാടും തോടുമെല്ലാം അവരുടെ സഞ്ചാരത്തിന് വിധേയമായി. തികഞ്ഞ മാനസികോല്ലാസത്തോടെ കഴിയുമ്പോൾ സുധാനദീ ജലോപാന്തത്തിന്റെ നനഞ്ഞ മണൽത്തിട്ടയിൽ പിറന്ന പൊന്മകനാണ് വേട്ടക്കുരുമകനായി മാറിയത്. പിറന്നപ്പോൾ തന്നെ വളർന്നു വലുതായ വേട്ടക്കുരുമകൻ താതമാതാക്കളുടെ അനുഗ്രഹത്തോടെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി കുറുമ്പ്രാതിരി നാട്ടിലെത്തി. ബാലുശ്ശേരിയിലെ അഭിജാത നായർ തറവാടായ കാറകുറയില്ലത്തെ ഒരു യുവതിയെ ഉള്ളിയൂർക്കാവിൽ വെച്ച് കാണുന്നു. ആ സ്ത്രീയെ വേട്ടക്കുരുമകനീശ്വരൻ വേളി കഴിച്ചു എന്നു കഥ. പീലിമുടി ശിരോലങ്കാരമാക്കി കട്ടാരം പുള്ളി മുഖത്തെഴുത്തും കരിന്താടിയും മീശയുമായി അടുക്കും ഞാലിയും ചേർന്ന ഉടുപ്പോടെ പ്രൗഢിയും പരാക്രമവും ഉറയുന്ന മുഖവുമായി നടനമാടുന്ന ദേവനാണ് ശ്രീ വേട്ടക്കുരുമകനീശ്വരൻ. നീലമാല, പച്ചമാല, പവിഴമാല, നിറം പെരിയ പട്ടുചൊട്ട കട്ടാരം, പീലിമുടിയാഭരണമണിഞ്ഞ നിന്റെ അകമലരും പുറവടിയും കുടിലും നോക്കും മാരിയെന്ന മഹാവ്യാധിയൊക്കെ ഒഴിച്ച കാലകാല പെരുമാളെ ഗുണവാൻ ഊർപ്പഴശ്ശി ദൈവം തുണ നമുക്കേ എന്ന കൈതാങ്ങിത്തോറ്റത്തിൽ വാഴ്ത്തുന്ന ദേവനാണ് സാക്ഷാൽ ഊർപ്പഴശ്ശി ദേവൻ. മേലൂർ ദയരപ്പൻ എന്ന ഊർപ്പഴശ്ശി 36-ാം വയസ്സിൽ 64 കൊല കൊന്ന് കുടിപ്പകസ്ഥാനം തീർത്തു. ഊരിൽ പിഴച്ച് ഊർപ്പഴശ്ശിയായി നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. തനിക്ക് കൂട്ടായി നല്ലൊരു ചങ്ങാതി വേണമെന്ന് കരുതി. അതും വാളും കയ്യും കനമുള്ള ചങ്ങാതി തന്നെ വേണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വാലിശ്ശേരി വാണപ്രഭു ശ്രീ വേട്ടക്കുരുമകനെ പോയി കാണുന്നത്. കാണാൻ പോയപ്പോൾ ആ സമയത്ത് വടക്കേപ്പടിക്കൊട്ടിലിൽ വെള്ളയും കരിമ്പിടവും വിരിച്ച് വഴക്കോലസ്ഥാനം വായിക്കുന്നു. ഊർപ്പഴശ്ശിയെ കണ്ടപ്പോൾ ദേവൻ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇരുവരും സഞ്ചരിക്കുവാൻ തീരുമാനവുമായി. അവിടെ നിന്നും രണ്ടുപേരും സഖ്യം ചെയ്തു. മേലാൽ നമ്മൾ ഇരുവരും ഉറ്റ ചങ്ങാതികളായിരിക്കും. 2 കിട്ടിയാൽ 1, 1 കിട്ടിയാൽ 1 മുറി എന്ന പോലെ എന്തും സമമായി വീതിക്കാമെന്നും തീരുമാനിച്ചു. വാരിക്കടത്തലയും ചൂരപ്പലിശയും വേട്ടക്കുരുമകനും വലതു കൈയിൽ ആയുധവും ഇടതു കൈയിൽ ഔഷധവുമായി ഊർപ്പഴശ്ശിയും യാത്ര തിരിച്ചു. എവിടെ നിലനിന്നാലും മേൽമാടവും ഭണ്ണാരവും വേട്ടക്കുരുമകനും കീഴ്മാടത്തിങ്കൽ പൂവും നീരും ഊർപ്പഴശ്ശിക്കും. ഉറ്റയും വെടിയും ഉച്ചവെള്ളാട്ടവും സംക്രാന്തിയും ഇരുവരും തുല്യമായി സ്വീകരിച്ചു. അങ്ങനെ ഇരുവരും തെക്കുനിന്ന് വടക്കോട്ടേക്ക് കൈയെടുത്തു.